നമസ്കാരം, ഞാൻ മനോജ് കുമാർ. നമ്മുടെ ഈ സ്തോത്ര കൃതികൾ എന്ന് നമ്മൾ പേര് കൊടുത്തത് സ്തുതികളാണ്. സ്തോത്രം എന്ന് പറയുമ്പോൾ സ്തുതിക്കുകയാണ്. അപ്പൊ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പല ദേവതകളുടെയും പേരുകൾ കാണാൻ പറ്റും. അപ്പം വിനായകൻ, വാസുദേവൻ, ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ ശിവൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവി സ്തുതികളുണ്ട്. പിന്നെ കാളിയെ സ്തുതിക്കുന്നു, ഷൺമുഖനെ സ്തുതിക്കുന്നു, ഭദ്രകാളി, പിന്നെ ബാഹുലേയ അഷ്ടകം എന്നൊക്കെ തുടങ്ങിയ പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് എന്താണ് ഈ പേരുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് എന്ത് കണ്ടന്റ് ആണ് ഗുരു നമുക്ക് ആയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ സ്തോത്ര കൃതികൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സ്വാഭാവികമായിട്ട് ഭാരതത്തിലെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് വിനായകൻ ആണല്ലോ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃതികളുടെ എല്ലാം പഠനത്തിന്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ തുടങ്ങുന്നത് വിനായകാഷ്ടകമാണ്. അഷ്ടകം എന്ന് പറയുമ്പോൾ 8 ശ്ലോകങ്ങളുള്ളതാണ്. പിന്നെ വാസുദേവ അഷ്ടകം, അതും അഷ്ടകമാണ്. വിഷ്ണു അഷ്ടകം, അതും 8 ശ്ലോകങ്ങളുള്ളതാണ്. ശ്രീകൃഷ്ണ ദർശനം ഉണ്ട്. അത് കഴിഞ്ഞ് ശിവപ്രസാദ പഞ്ചകം എന്ന് പറയുമ്പോൾ 5 ശ്ലോകങ്ങളുണ്ട്. പിന്നെ സദാശിവ ദർശനം എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ശിവശതകം എന്ന് പറഞ്ഞാൽ 100 ശ്ലോകങ്ങളുള്ളതാണ്. അതിനാണ് ശതകം എന്ന് പറയുന്നത്. അർത്ഥനാരീശ്വര സ്തവം എന്ന് പറയുന്നുണ്ട്. മനനാതീതം എന്ന് പറഞ്ഞുണ്ട്. പിന്നീട് ചിജ്ജട ചിന്തനം, കുണ്ടലിനിപ്പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ശിവസ്തവം, അതിന് പ്രപഞ്ച സൃഷ്ടി എന്നൊരു പേരും കൂടെ ഉണ്ട് ശിവസ്തവത്തിന്. പിന്നെ കോലേതിരേശസ്തവം, സ്വാനുഭവഗീതി, പിണ്ടനന്ദി, ചിദംബരാഷ്ടകം, തേവാരപ്പതികങ്ങൾ എന്ന് പറയുന്നത് 5 പതികങ്ങളാണ്. 5 ഇതാണ്, 5 ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. 5 രീതിയിലാണ് അവിടെ ഗുരു എഴുതിയിരിക്കുന്നത്. 5 സ്റ്റൈലിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു തമിഴ് ശ്ലോകം കൊടുത്തിട്ടുണ്ട്. അത് ഈ തേവാരപതികങ്ങൾ തമിഴാണ്. ഇതിൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിനകത്ത് പലതും പിന്നെ സംസ്കൃതത്തിലുള്ളതും മലയാളത്തിലുള്ളതും ഉണ്ട്. പിന്നീട് ദേവീസ്തവം ഉണ്ട്, മണ്ണന്തല ദേവീസ്തവം ഉണ്ട്, കാളി നാടകം ഉണ്ട്, ജനനി നവരത്നാമഞ്ജരി ഉണ്ട്, ഭദ്രകാളി അഷ്ടകം എന്ന് പറയുന്ന മന്ത്രസമാനമായ സംസ്കൃതത്തിൽ വരുന്നുണ്ട്. പിന്നെ ദേവി അഷ്ടകമുണ്ട്, ഷൺമുഖ സ്തോത്രമുണ്ട്, ഷൺമുഖ ദശകമുണ്ട്, ഷാൺമാതുരസ്തവമുണ്ട്, സുബ്രഹ്മണ്യ കീർത്തനമുണ്ട്, നവമഞ്ജരിയുണ്ട്, ഗുഹാഷ്ടകമുണ്ട്, ബാഹുലേയ അഷ്ടകമുണ്ട്. പിന്നെ വിശാഖ ഷഷ്ടി എന്ന് പറഞ്ഞ് ലാസ്റ്റ് അടുത്ത കാലത്തായിട്ട് വളരെ ഭാഗ്യത്താൽ അത് കണ്ടെത്തിയ ഒരു കൃതിയാണത്. ലേറ്റായിട്ട് കണ്ടെത്തിയതാണ്. അതും ഗുരുവിൻ്റെതാണെന്ന് അതായത് ഗുരു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതും നമ്മൾ ഗുരുകുലത്തിലെ ഈ നമ്മുടെ ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ ദാർശനിക കൃതികളാണ്. ദാർശനിക കൃതികൾ അതെന്താണെന്നുള്ളത് പിന്നീട് പറയാം. ദാർശനിക കൃതികളിൽ ആത്മോപദേശ ശതകമാണ്. 100 ശ്ലോകങ്ങളുള്ള ആത്മോപദേശ ശതകം വരുന്നുണ്ട്. അദ്വൈത ദീപിക എന്ന് പറഞ്ഞൊരു പ്രകടന ഗ്രന്ഥം ഗുരുവിൻ്റെ രചിച്ചിട്ടുണ്ട്. അദ്വൈത ദീപിക. അറിവ് എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ കേട്ടുവളരുന്ന ദൈവദശകം എന്ന് പറയുന്ന വേദാന്ത കൃതിയുണ്ട്. 10 ശ്ലോകങ്ങളാണ്, അതാണ് ദശകം. പിന്നീട് ലോകത്തിൻ്റെ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്ന ഒരു കൃതിയായ ദർശനമാലയാണ്. ദർശനമാല ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു മഹാത്ഭുതമാണ്. കാരണം ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഷഡ്ദർശനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, വളരെ പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ എന്നിങ്ങനെയൊക്കെ നമ്മൾ അതിൽ ദശോപനിഷത്ത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ദർശനമാല എന്ന് പറയുന്ന ഈ പറയുന്ന ഷഡ്ദർശനങ്ങളെയൊക്കെ, നടരാജൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷഡ്ദർശനങ്ങളെയൊക്കെ ഒരു മെറ്റൽ പോട്ടിലിട്ട് ഉരുക്കി 10 ദർശനങ്ങളാക്കി ഗുരു തന്നിരിക്കുകയാണ്. അപ്പോൾ പരമമായ സത്യത്തെ പല വീക്ഷണകോണുകളിൽ നിന്ന് 10 വീക്ഷണകോണുകളിൽ നിന്ന് കാണുമ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഗുരു അവിടെ കാണിച്ചിരുന്നത്. ഇത് ലോകത്തിലെ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ആ ദർശനമാലയിൽ 10 ദർശനങ്ങളാണ്. അത് ഞാനൊന്ന് പറയാം. അധ്യാരോപ ദർശനത്തിലാണ് തുടങ്ങുന്നത്. അപവാദ ദർശനം, അസത്യ ദർശനം, മായാദർശനം, ഭാനദർശനം, കർമ്മദർശനം, ജ്ഞാനദർശനം, ഭക്തി ദർശനം, യോഗ ദർശനം, നിർവാണ ദർശനം എന്ന് പറയുന്ന ദർശനം 10ാമത്തെ ദർശനത്തിലൂടെ അത് അവസാനിക്കണം. 100 ശ്ലോകങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. പിന്നീട് നിർവൃതി പഞ്ചകം, ശ്ലോകത്രയി, പിന്നെ വേദാന്ത സൂത്രം, ഹോമമന്ത്രം.
അത് ദാർശനിക കൃതികളുടെ കൂട്ടത്തിലേക്ക് ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഉദ്ബോധനാത്മകമായ കൃതികളാണ്. സാധാരണക്കാരുടെ ജീവിത മണ്ഡലങ്ങൾ, അവരുടെ കർമ്മങ്ങളിലൊക്കെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഉള്ള ചില ഉപദേശങ്ങളും ഗുരുവിൻ്റെ ചില ഉദ്ബോധനങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ഉദ്ബോധനാത്മകമായ കൃതികൾ. അതിലാണ് വരുന്നത് ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, അഹിംസ, ജാതി നിർണയം, തീരുമാനം എടുത്തിറങ്ങുന്നത്. അപ്പോൾ എന്ത് പഠിക്കണം, എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ആദ്യം നമുക്ക് ഉണ്ടാകാം. സ്വാഭാവികമാണ്. ഞാൻ ഗുരുവിലേക്ക് എത്തിയത് വളരെ ഒരുപാട് കറങ്ങിയിട്ട് യാദൃശ്ചികമായി എത്തിയതാണ് ഗുരുവിൽ, അല്ല മനഃപൂർവ്വം എത്തിയതല്ല. ദീർഘദശകം ചെറുപ്പം മുതലേ കേട്ട് വളരുന്ന ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. എങ്കിലും അതൊന്നും അതെന്താണെന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയാണ്. പിന്നീട് പല കാര്യങ്ങളും പഠിച്ച് ഇങ്ങനെ പോയി പലരുടെയും ഫിലോസഫി നോക്കി പലരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരിയാണെന്ന് ധരിച്ച് അതിലൂടെയൊക്കെ കടന്നു പോയിട്ടും എവിടെയോ ഒരു കുറവ് ഫീൽ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അടിസ്ഥാനമായ ചില ചോദ്യങ്ങൾക്ക് ആർക്കും വ്യക്തമായ ഉത്തരം തരാൻ പറ്റുന്നില്ലെന്ന് കണ്ടിട്ടാണ് ഗുരുവിലേക്ക് ലാസ്റ്റ് യാദൃശ്യം എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് ഗുരുവിൻ്റെ കൃതികളിലേക്ക് വന്നത്. അപ്പോഴാണ് ഇത് പഠിക്കാൻ എളുപ്പമല്ലാന്ന് മനസ്സിലായി. ഇതിനാരെങ്കിലും സഹായിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഗുരുകുലത്തിൽ എത്തിച്ചേരുന്നതും ഗുരു മുനി നാരായണ പ്രസാദുമായി ബന്ധപ്പെടുന്നതും. ഗുരു മുനി നാരായണ പ്രസാദ് എന്ന് പറയുന്ന നാരായണ ഗുരുകുലത്തിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ ഞാൻ ഗുരുവായിട്ട് സ്വീകരിച്ച് ശിഷ്യപ്പെട്ട് ആണ് എൻ്റെ പഠനം ഇപ്പോഴും തുടർന്നു പോകുന്നത്. ഞാൻ ഗുരുവിനെ ആയിട്ട് ശിഷ്യപ്പെടുന്നത് 2002 അന്ന് എനിക്ക് വളരെ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഏതാണ് പഠിക്കേണ്ടത്, ആരുടെ ബുക്കാണ് പഠിക്കേണ്ടത്. പലരും ഇൻ്റർപ്രിട്ടേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ പലതും ഉള്ളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഈ ആത്മോപദേശം എന്ന് പറഞ്ഞ കൃതി ഗുരു എഴുതിയിട്ട് ഇരുന്ന സമയത്ത് മഹാകവി ഉമാനാശാൻ ഗുരുവിൻ്റെ ശിഷ്യനാണല്ലോ. അദ്ദേഹം ഈ ആത്മോപദേശം എടുത്തിട്ട് പഠിച്ചിട്ട് ആദ്യത്തെ 25 ശ്ലോകങ്ങൾക്ക് വ്യാഖ്യാനം ചമച്ചിട്ട് അത് ഗുരുവിനെ കൊണ്ടുവന്ന് കാണിച്ച് വായിച്ച് കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഗുരു മറുപടി പറഞ്ഞത്, ഇത് ഒറ്റയർത്ഥമാണ്, നീ പോയിട്ട് തീരർത്ഥം എഴുതിക്കൊണ്ട് വാ എന്ന് പറഞ്ഞു. ആശാൻ അത് വലിച്ചീരി കളഞ്ഞു എന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഓർമ്മയിൽ. അപ്പം അങ്ങനെ ഗുരു അങ്ങനെ ആർക്കും അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല ഇതൊന്നും വ്യാഖ്യാനിക്കാനൊന്നും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ പ്രത്യേകം ഓർക്കും. അപ്പോൾ ഗുരു തന്നെ കുമാരനാശാൻ വ്യാഖ്യാനം എഴുതിയപ്പം വിലക്കുകയുണ്ടായി. അപ്പം അതിന് വ്യാഖ്യാനം ചമ്മിക്കുന്നതിന് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അധികാരഭേദം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിനെ ചില ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആയിട്ടുള്ള ശരികൾ പുറത്തു വരുന്നത്. പക്ഷേ നടരാജ ഗുരു സർബോൺ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ആത്മോപദേശത്തിൽ ഒരു ശ്ലോകം എടുത്ത് വ്യാഖ്യാനിച്ചിട്ടാണ് അന്ന് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തീസിസിന് ട്രിപ്പിൾ ഡോക്ടറേറ്റ് കിട്ടുകയും അങ്ങനെ ഫ്രാൻസിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നത്. ആത്മോപദേശത്തിൻ്റെ ഒരു ശ്ലോകം എടുത്ത് വ്യാഖ്യാനിച്ചതാണ്. അപ്പം നമ്മൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആരുടെ വ്യാഖ്യാനമാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമാണ് ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാരായണ ഗുരുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ ഒരു പ്രസ്ഥാനമാണ്. ജീവിതത്തിലെ സർവ്വ ഉപേക്ഷിച്ച് നാരായണ ഗുരു എന്ന് പറയുന്ന മഹാഗുരുവിന് വേണ്ടി ജീവിതം ചതിച്ചിട്ടിറങ്ങിയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, സന്യാസിമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ നാരായണ ഗുരുകുലം എന്ന് പറയുന്നത്. അപ്പോൾ നാരായണ ഗുരുകുലം ഗുരുവിന് വേണ്ടി സമർപ്പിച്ചിട്ട് ഗുരുകുലത്തിൻ്റെതായിട്ടുള്ള വ്യാഖ്യാനം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പല പ്രസ്ഥാനങ്ങളും നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ പലരും പലതും സജസ്റ്റ് ചെയ്യുന്നതാണ്. അവരെഴുതി വായിക്കും, ഇവരെഴുതി വായിക്കും. ഇപ്പം നമ്മൾ വളരെ ഒരു വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ കൃതികളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഉദ്ബോധനാത്മകമായ കൃതികൾ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിനകത്തിപ്പോൾ ജാതി നിർണയം, ജാതി ലക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാതിയെക്കുറിച്ച് ഗുരുവിനുള്ള വ്യക്തമായ ധാരണ, അതിൻ്റെ അടിസ്ഥാനമില്ലായ്മയെ ഗുരു ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് ജാതി എന്ന് പറയുന്നത് വളരെ നിരർത്ഥകമായ ഒരു ബോഗസ്, ഒരു ഫൂളിഷ്നെസ് ആണ്, അതൊരു അത് ഒരു ശരിയായ കാര്യമല്ലെന്നും അതിനൊരു അടിസ്ഥാനമില്ലെന്നും ഗുരു സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുവിൻ്റെ കൃതികൾക്ക് പലരും വ്യാഖ്യാനം എഴുതി വലിയ വലിയ ആളുകളെന്ന് പറയുന്ന പല ആൾക്കാരും ജാതി നിർണയത്തിനും ജാതി ലക്ഷണത്തിനും ഒക്കെ വ്യാഖ്യാനം ചമച്ചിട്ട് ആ വ്യാഖ്യാനം എഴുതിയ പുസ്തകത്തിൻ്റെ പുറത്ത് അവരുടെ ജാതി പേര് ഉൾപ്പെടെ
എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് വിചിത്രമായ ചില കാര്യം വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവരെന്താണ് വ്യാഖ്യാനിച്ചത്, എന്താണ് അതിലൂടെ അവർ ഉൾക്കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ജാതി ലക്ഷണവും ജാതി നിർണയവും ഒക്കെ വ്യാഖ്യാനിച്ച് ആത്മോപദേശവും ദർശനമാലയും മറ്റുള്ള ദാർശനിക കൃതികളും ഒക്കെ ബ്രഹ്മവിദ്യാ പഞ്ചകം ഉൾപ്പെടെ എല്ലാ വേദാന്ത സൂത്രത്തിനും ഒക്കെ വ്യാഖ്യാനം ചമച്ചിരിക്കുന്ന വ്യക്തികൾ, ഉദ്ബോധനാത്മകമായ കൃതികൾക്കും വ്യാഖ്യാനം ചമച്ചിരിക്കുന്ന വ്യക്തികൾ, ആ വ്യാഖ്യാനം ചമച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ അല്ലെ ഗുരുദേവ കൃതികളുടെ പുറത്ത് വെണ്ടയ്ക്കാക്ഷരത്തിൽ അവരുടെ ജാതിപ്പേരൂടെ ചേർത്ത് എഴുതി വെച്ചിരിക്കുന്ന വളരെ ദയനീയമായ നികൃഷ്ടമായ ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിനെയൊക്കെ എടുത്ത് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, അവരെഴുതിയ ആ വ്യാഖ്യാനമൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും പോവാതെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദൂരെ കളഞ്ഞിട്ട് ഗുരു പരമ്പര, നാരായണ ഗുരു പരമ്പര നമുക്ക് അവരുടെ ജീവിതം കൊണ്ട് നമുക്കത് സാധിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കൃതികൾക്കും മലയാളത്തിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് ഗുരുകുലത്തിൽ നിന്ന്. അത് ഈ ഗുരുവിന്റെ എല്ലാ കൃതികളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അത് വളരെ നിസ്സാരമായ വിലയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതിലേക്ക് പോകണം. അപ്പം അങ്ങനെയാണ് ഗുരുവിന്റെ കൃതികളെ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പം വ്യാഖ്യാനങ്ങൾ ഇല്ലാതെ പഠിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല. ആരുടെയിലൊക്കെ ചെറിയ സഹായം വേണം. പിന്നെ ഗുരുവിന്റെ കൃതികൾ നേരത്തെ പോലെ പഠിക്കുന്ന ആളുകളെ സമീപിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഗുണമാണ്. അവര് ചെറിയ വഴി കാട്ടിത്തരാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ അവർ സഹായിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഓരോന്നിനും പ്രത്യേകം വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ കൃതികളും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഗുരുമണി നാരായണ പ്രസാദ് വളരെ സിമ്പിളായിട്ട് ലളിത വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിനോട് ചേർത്തിട്ട് ലളിത വ്യാഖ്യാനം വെച്ചിട്ട് ഒരു ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒരു നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണത് ഇറക്കിയിരിക്കുന്നത്. വളരെ വില കുറച്ച് എല്ലാ കൃതികളും ലളിത വ്യാഖ്യാനം കുറച്ച് ചെറുതായിട്ട് വ്യാഖ്യാനം ചെയ്തു നമുക്ക് റെഫർ ചെയ്യാൻ നല്ലതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ളവർക്ക് വേണ്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഗുരുകുലം ഇറക്കിയിട്ടുണ്ട്. അപ്പം ഗുരുവിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഭാരതത്തില് സന്യാസിമാരെ ഗുരുക്കന്മാരായിട്ടോ അല്ലെങ്കിൽ ഋഷിമാരായിട്ടൊക്കെ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്രയത്തിന് വ്യാഖ്യാനം ചമയ്ക്കും. അങ്ങനെ വ്യാഖ്യാനം ചമച്ച് പോയവരാണ് അംഗീകരിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ളവർ ഇതിന് വ്യാഖ്യാനം ചമച്ച് അങ്ങനെ ഗുരുത്വമൊക്കെ മറ്റുള്ളവരുടെ അംഗീകാരം നേടി ഗുരുവായ ചില ആളുകളാണ്, ചില സന്യാസിമാരാണ്. പക്ഷെ നാരായണ ഗുരു ഒന്നിനും വ്യാഖ്യാനം ചമയ്ക്കാൻ പോയില്ല. സ്വന്തമായിട്ട് ബ്രഹ്മസൂത്രത്തിന് പകരം വേദാന്ത സൂത്രം എഴുതി തന്നു. ഗീതയ്ക്ക് പകരം ആത്മോപദേശം എഴുതി തന്നു. ഉപനിഷത്തുകൾക്ക് പകരം ഉപനിഷത്തിന് സമാനമായ ഗ്രന്ഥങ്ങൾ, പ്രകടന ഗ്രന്ഥങ്ങൾ, ദർശനമാല ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് എഴുതി തന്നു. ഗുരു ഒന്നിനും വ്യാഖ്യാനം ചമയ്ക്കാനോ ആരുടെ അംഗീകാരം വാങ്ങിക്കാനോ ഒന്നും ഗുരു പോയില്ല. ഗുരു തനതായ സ്വന്തമായ കൃതികൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഈ നൂറ്റാണ്ടിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ഇത് ഗുരുവിന്റെ തന്നെ ആണ് എന്ന്. കാരണം പല പണ്ഡിതന്മാരുടെയും അല്ലെ പല ആചാര്യന്മാരുടെയും ഗ്രന്ഥങ്ങൾ അല്ലെ അവരുടെ കൃതികളൊക്കെ ഇപ്പോഴും സംശയമാണ്. പണ്ഡിത സദസ്സിൽ ഈ ആൾ എഴുതിയതാണോ അതോ വേറെ ആരുടെയും ആണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ് അടിയിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം പിന്നെ ഗുരുവിനെ കുറിച്ച് ഇവര് പലരും പറയാറുള്ളത്, ഗുരുവിന് മുമ്പുണ്ടായിരുന്ന പല ആചാര്യന്മാരെ അനുകരിച്ച് ഗുരു ദശകങ്ങളും പിന്നെ അഷ്ടകങ്ങളും നവങ്ങളും ദശകങ്ങളും ഒക്കെ എഴുതി, പഞ്ചകങ്ങളൊക്കെ എഴുതി എന്നൊക്കെ അങ്ങനെ ചിലർ പറഞ്ഞ് സമാധാനിക്കാറുണ്ട്. ഈ പഞ്ചകവും നവകവും ദശകവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ലിറ്ററേച്ചർ വളർന്ന കാലം മുതൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അന്നുള്ളതാണ്. അത് ഇന്ന ആളിനെ മാത്രം കുത്തകയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പം ഗുരു ഇതിനുള്ള ആചാര്യന്മാരെ അനുകരിച്ചാണ് ദശകങ്ങൾ എഴുതിയത്. അപ്പൊ 10 ശ്ലോകങ്ങൾ എഴുതണമെങ്കിൽ ഇനി മുമ്പ് ആരും എഴുതിയിട്ടുണ്ട്, അവരുടെ കണ്ടെടുത്ത് എഴുതിയതാണ് എന്നാണ് പുതിയ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ പറഞ്ഞ അവർ സമാധാനിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് ഇതിനകത്ത് വളരെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി അവർ പറയുന്നതാണ്. പ്രത്യേകിച്ച് ശങ്കരാചാര്യരുടെ ചില കൃതികളുണ്ട്, അപ്പൊ അതിനെ കണ്ടുകൊണ്ടാണ് ഗുരു എഴുതിയതെന്നൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞു വരുത്താറുണ്ട്. അപ്പൊ അവർക്കൊരു ആശ്വാസം കിട്ടിക്കോട്ടെ. അവരിതൊന്നും പഠിച്ചു കാണത്തില്ല, അല്ലെ രണ്ടുകൂടെ എടുത്ത് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അനുകരിച്ചതാണോ അതോ തനതായതാണോ ഗുരുവിന്റെ കൃതികൾ എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മാതൃപഞ്ചകം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഗുരു പിണ്ടനന്ദി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എഴുതുന്നത്. രണ്ടും അജഗജാന്തരമുണ്ട്. മാതൃപഞ്ചകത്തിൽ പറയുന്ന കൺസെപ്റ്റ് അല്ല ഗുരുവിന്റെ പിണ്ടനന്ദിയിൽ പറയും. അപ്പൊ ഇതെടുത്ത് പഠിച്ചു നോക്കുമ്പോഴാണ് എന്താണ് അപ്പൊ പഞ്ചകം എന്ന് പറയുന്ന ഒരാളൊന്ന് മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ അനുകരിച്ച് എഴുതിയതാണെന്നാണ് പൊതുവെ ഒരു ബാക്കിയുള്ള ഒരു ഈ ഫാൻസ് അസോസിയേഷൻ പോലെയാണ്. ഇപ്പൊ ശങ്കരാചാര്യരുടെ ഫാൻസ്
പറയുന്നത് നാരായണ ഗുരു അങ്ങനെ അനുകരിച്ചിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നാരായണ ഗുരു തനതായി എഴുതാനുള്ള നല്ല ഭാഷാ പാണ്ഡിത്യവും അത്രയധികം കഴിവുള്ള ആണ്. ഗുരുവിനെ പഠിക്കുമ്പോൾ മനസ്സിലാകും ഗുരുവിനേക്കാൾ വലിയൊരു മഹാകവി കേരളത്തിലില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വ്യാസൻ കഴിഞ്ഞാൽ, സാക്ഷാൽ വ്യാസൻ കഴിഞ്ഞാൽ ഇത്രയും ദാർശനികമായ ഒരു ഫീൽഡിൽ ദാർശനികതയ്ക്ക് ഇത്രയും സംഭാവന നൽകിയ വേറൊരു ആളില്ലെന്ന് പറയാം. ഒരു മുഴുവൻ സമയ റൈറ്ററായിട്ട് ഗുരു മാറിയിരുന്നെങ്കിൽ ഊഹിക്കാൻ പറ്റുമോ എത്രയോ മഹത്തായ കൃതികൾ വീണ്ടും ഗുരുവിൽ നിന്നുണ്ടാകേണ്ടി വന്നേനെ. ഭാഗ്യത്തിന് നമുക്ക് 60-ലധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാനുള്ള ഒരു മാർഗവും ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലേക്ക് കടക്കുക. അദ്വൈത വേദാന്തം എന്ന് പറയുന്നത് വേദകാലഘട്ടം മുതലേ ഉള്ളതാണ്, ആരുടെയും കുത്തകയല്ല. അപ്പം ഇവിടുത്തെ സാധാരണക്കാരന് ഇതിലേക്ക് എത്താനായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പല മറകളും ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഗുരു വീണ്ടെടുത്ത് നമുക്ക് നൽകിയതാണ്. അപ്പം അതിന് ഗുരുവിനോട് നമുക്ക് അത്യധികം കടപ്പാടുണ്ടാകേണ്ട ആവശ്യമാണ്. നമുക്ക് കിട്ടാക്കനിയായിരുന്ന കാര്യങ്ങൾ വീണ്ടും വന്നിട്ട് അതും കാലഹരണപ്പെട്ട് കിടക്കുന്ന പലതും നമ്മൾ കാണാറുണ്ട് ചുറ്റിനും. പല ആൾക്കാരുടെ അവതരണങ്ങൾ പലതും കാലത്തിന് ചേരാത്ത രീതിയിൽ എത്രയും പഴഞ്ചനായി പോയതാണ്. ഇപ്പോൾ അദ്വൈത വേദാന്തം പോലും പലരും ഇന്റർപ്രറ്റ് ചെയ്ത് പണ്ട് കാലം മുതലൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ആധുനിക ശാസ്ത്രം പഠിച്ച, ആധുനിക ശാസ്ത്രം മനസ്സുള്ള പുതിയ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നമുക്ക് ഗുണപ്പെടത്തില്ല. കാരണം അത് നമ്മുടെ ശാസ്ത്രം മനസ്സിന് ചേരുന്ന രീതിയിലല്ല അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ പഴഞ്ചനായി. അപ്പം ഗുരുവിന് ഇത് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഗുരു ആധുനിക കാലഘട്ടത്തിൽ ജനിച്ച ഒരു ഋഷി ആയതുകൊണ്ട്, ഒരാൾ ഋഷിയാകുന്നത് എങ്ങനെയാണ്? മന്ത്രം ചമിക്കുമ്പോഴാണ് ഋഷിയാകുന്നത്. അങ്ങനെ ഗുരു ചമിച്ച മന്ത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഭദ്രാളയാഷ്ടകം, ഭാഗലയാഷ്ടകം, ഹോമമന്ത്രം, ഇതൊക്കെ ചമിച്ച് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രയുഗത്തിൽ വന്ന് ജനിച്ച ഋഷിയായ നാരായണ ഗുരു നമുക്ക് ആ ഗുരു ശാസ്ത്രം പഠിച്ച ആളായതുകൊണ്ട് ശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ, അതിന്റെ ഡെവലപ്മെന്റ്സ് എന്താണ്, ഫിസിക്സിന്റെ എവിടെയാണ്, ഫിസിക്സിന്റെ അന്ത്യം വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഫിസിക്സ് എന്താണെന്ന് ഗുരുവിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പം പിന്നീട് മെറ്റാഫിസിക്സ് ആയിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് വലിയ പാടൊന്നും ഗുരുവിന് വന്നില്ല. അപ്പോൾ അതെല്ലാം പഠിച്ചിട്ടുള്ള ഗുരു ആ ശാസ്ത്ര മനസ്സിന് മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ വേദാന്തത്തെ വീണ്ടും എടുത്ത് പുനരാവിഷ്കരിച്ചിട്ട് റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ് എന്ന് രാജുവിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത റീവാല്യൂഡ് ആൻഡ് റീസ്റ്റേറ്റഡ് ആണ് ഗുരു ചെയ്തത്. അപ്പം നമുക്ക് പുതിയ തലമുറയ്ക്ക് വ്യക്തമായി ഈ ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം, വേദാന്തം, പരമമായ സത്യം, അറിവ് നമുക്ക് അൾട്ടിമേറ്റ് നോളജ് നമുക്ക് കിട്ടാൻ വേണ്ടി വളരെ വ്യക്തമായ ക്ലാരിറ്റിയോട് കൂടി ഗുരു വീണ്ടും നമുക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ്. ഇനിയും ഗുരുവിനെ പഠിക്കുന്ന ആളുകളോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ഗുരുവിനെ കൊണ്ട് നമ്മൾ പഠിക്കാനായിട്ടൊരു ആവേശത്തോടെ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ എന്താണ് തുടങ്ങേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, ആരുടെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗുരുവിനെ കുറിച്ചൊന്ന് പഠിക്കുക എന്നുള്ളതാണ്, അല്ലേ? പൊതുവെ ഞാനും അത് തന്നെയാണ് ചെയ്തത്. ഗുരുവിന്റെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുക. പലരും എഴുതിയ ജീവചരിത്രങ്ങൾ, ഉമാനാശാൻ കഴിഞ്ഞോട്ടുള്ള പല മഹാത്മാക്കളും എഴുതിയ ജീവചരിത്രങ്ങൾ വായിച്ച് ഗുരുവിനെ കുറിച്ചൊന്ന് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ, എന്തായിരുന്നു ഗുരുവിന്റെ ജീവിതം, ഇങ്ങനെ ഒരു മഹാസാധു, ഒരു മഹാഋഷി, ഒരു മഹാസന്യാസി നമ്മുടെ കൂട്ടത്തിൽ വന്ന് ജനിച്ച്, നമ്മുടെ സമൂഹത്തിൽ വന്ന് ജനിച്ച് ജീവിച്ചു. ആ മഹാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെയാണല്ലോ നമ്മുടെ തുടക്കത്തിൽ. അങ്ങനെയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് തെറ്റാണെങ്കിലും ദേഹമല്ല, ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ദേഹം എന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഗുരുവിന്റെ ചരിത്രം എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു കൗതുകം ഉണ്ടാകും. പക്ഷേ ഇപ്പൊ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് 1008 ചോദ്യങ്ങൾ, 250 ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ബുക്ക് അടിച്ചിറക്കിയിട്ടുണ്ട്. നാഗമ്പടം ക്ഷേത്രത്തിൽ ഗുരു ഇരുന്ന മാവിലെ ഏത് മാവായിരുന്നു അത് മൂവാണ്ടൻ മാവാണോ അല്ലെങ്കിൽ തത്തച്ചുട്ടൻ മാവാണോ അല്ലെ സേലം മാവാണോ? ചോദ്യോത്തരം ക്വിസ് പ്രോഗ്രാം പോലെ. ഗുരുവിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഇതൊക്കെയാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഗുരുവിന് ഒരു കാർ ഒരു സായിപ്പ് സമ്മാനിച്ചു, അപ്പോൾ ആ കാറിന്റെ ടയർ സിയേറ്റിന്റെ ടയർ ആയിരുന്നു, അതോ MRFന്റെ ടയർ ആയിരുന്നു, അല്ലെങ്കിൽ ഗുരുവിന്റെ കാറിന്റെ കളർ എന്തായിരുന്നു? പിന്നെ അല്ലെങ്കിൽ ഗുരു കോഴിക്കോട് പോകുന്ന സമയത്ത് ആദ്യം ഇറങ്ങിയ സ്റ്റേഷൻ പിന്നെ തൃശ്ശൂരായിരുന്നു ഇറങ്ങിയത്, അതോ തലശ്ശേരിയാണ് ഇറങ്ങിയത്, അതോ അതിന് മുമ്പ് തന്നെ കോഴിക്കോട്ട് ഇറങ്ങിയോ? ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത കിസ് 108 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 1008 ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ പഠിച്ചവരുടെ നാരായണ ഗുരുവിനെ കുറിച്ച് പഠിച്ചു എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകാൻ പാടില്ല നമുക്ക്. അതല്ല നമ്മൾ പഠിക്കുക. അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒരു ഗ്രൂപ്പിൽ നടന്നൊരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, അതുകൊണ്ടാണ് അത് പറയാൻ കാരണം. ആ ചോദ്യം ഇതായിരുന്നു: ശിവശതം എഴുതിയത് അരുവിപ്പുറത്ത് വെച്ചാണോ, ആലായി വെച്ചാണോ, അതോ മരുത്തോമലയിൽ വെച്ചാണോ?
നല്ലതാണ്, കൗതുകങ്ങൾ നല്ലതാണ്. പക്ഷെ എവിടെ വെച്ചായാലും എന്താണ് എടുത്ത് വെച്ച് പഠിക്കുക എന്നുള്ളതാണല്ലോ മെയിനായിട്ടുള്ള കാര്യം. ശിവശതകം എഴുതിയത് മരുത്വാമലയിൽ വെച്ചാണ്. അത് ലോകോപകാരാർത്ഥം നാം എഴുതിയതാണ് എന്ന് ഗുരു പറയുന്നുണ്ട് അവിടെ മരുത്വാമലയിൽ വെച്ച്. അവിടെ ഗുരു മരുത്വാമലയിൽ ഏകാഗിയായി തപസ്സനുഷ്ഠിച്ച് നടന്ന സമയത്ത് അന്നേരം എഴുതിയതാണ് ശിവശതകം. ഇത് ഗ്രൂപ്പിൽ ചർച്ചയായിട്ട് വരും. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല ചർച്ച ചെയ്യേണ്ടത്. ശിവശതകം എടുത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങുക ആദ്യം മുതൽ അവസാനം. എത്ര മനോഹരമായ കൃതിയാണ്. അങ്ങനെ ഓരോ കൃതികളും എടുത്ത് വെച്ച് പഠിക്കുന്നതിലാണ് നമ്മൾ കൂടുതൽ ഇത് കാണിക്കേണ്ടത്. അല്ലെ ശാരദാകൃഷ്ണ നടത്തിയ ഡേറ്റ് കൃത്യമായിട്ട് ഏതാണ്, അന്ന് ഗുരു ഉപയോഗിച്ചിരുന്ന ഡ്രസ്സിൻ്റെ നിറം ഏതാണ്, അല്ലെങ്കിൽ അന്നവിടെ വന്ന് കൂടിയിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു, ഇതൊന്നും അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരു ചൂണ്ടിക്കാണിച്ചു തരുന്ന സൂര്യനാണ്. പക്ഷെ നമ്മൾ നോക്കുന്നത് വിരലിൻ്റെ തുമ്പത്താണെങ്കിലോ, അപ്പോൾ നമ്മൾ വിരലിൻ്റെ തുമ്പത്തല്ല നോക്കേണ്ടത്. സൂര്യനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സൂര്യനിലേക്കാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ വിരലിൻ്റെ തുമ്പത്തുള്ള നോട്ടം നിർത്തുക. ചരിത്രമൊക്കെ പഠിക്കുക, അതിന് എത്രയും പ്രാധാന്യം കൊടുത്താൽ മതി. അതിനൊക്കെ ബൃഹത്തായ ഗുരുവിന് നമ്മളോട് പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ഉയർത്താൻ വേണ്ടി ഉത്തരേതാത്മനാത്മാനം എന്ന് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ പോലെ സ്വയം നമ്മളെ ഉയർത്താനായിട്ട് ഈ ദുഷിച്ച അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതമൊക്കെ മാറ്റിമറിച്ച് വലിയൊരു തലത്തിലേക്ക് നമ്മളെ സ്വയം ഉയർത്തിക്കൊണ്ടുള്ള എല്ലാ മെറ്റീരിയൽസും എല്ലാ ആവശ്യവും കണ്ടന്റും നമുക്ക് വളരെ മനോഹരമായിട്ട് ഗുരു മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. തമിഴിലുമായിട്ട് 3 ഭാഷകളിലായിട്ട് വളരെ മഹത്തായ കൃതികൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിൻ്റെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതാണ് എടുത്ത് നെഞ്ചോട് ചേർത്തേണ്ടതും കയ്യിൽ വെക്കേണ്ടതും റെഫർ ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ളത്. അപ്പം ഗുരുവിനെ പിന്തുടരുന്ന, ഗുരുവിനോട് താല്പര്യമുള്ള, ഗുരുവിനെ സ്നേഹിക്കുന്ന, ഗുരുവിൻ്റെ മാർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന, ഗുരുവിനെ അനുസന്ധാനം ചെയ്യുന്ന, ഗുരുവിനെ ആരാധിക്കുന്ന ആളുകൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഗുരുവിൻ്റെ കൃതികളെടുത്ത് നെഞ്ചോട് ചേർക്കുക, അതെടുത്ത് വെച്ച് പഠിക്കുക. അതിൻ്റെ നല്ല നല്ല വ്യാഖ്യാനങ്ങൾ നാരായണ ഗുരുവിലും ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങിച്ച് പരസ്പരം സഹായിച്ച് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.